ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൈൻ ടോക്സ് എന്ന ഈ നോമ്പുകാല ധ്യാന പരിപാടി നിങ്ങളോട് സംവേദിക്കുന്ന അതിയായ സന്തോഷവും നിങ്ങളോട് കൃതാർത്ഥതയുമുണ്ട്. നോമ്പുകാലം എല്ലാവത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സ്വയത്യാഗത്തിൻ്റെയും സ്വയശൂന്യതയുടെയും ദിവസങ്ങളാണ്. ഈ നാളുകളിലെ പഠനങ്ങളും അനുബന്ധ വായനകളും ഒക്കെ നമ്മളെ അതിന് പ്രചോദിപ്പിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഭയം പലപ്പോഴും നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ ഭയമില്ലാത്തവരെ ജീവിപ്പാൻ എങ്ങനെ സാധിക്കും? അതിനുപകരിക്കുന്ന 2 വേദഭാഗങ്ങൾ നിങ്ങളുമായി വായിക്കുന്നില്ലായിരിക്കും പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതൊന്ന് മത്തായി സുവിശേഷത്തിന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം മുതൽ 13 വരെയുള്ള ഒരു സംഭവവും, തുടർന്ന് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവുമാണ്. നാം പറഞ്ഞ മത്തായി സുവിശേഷ പുസ്തകത്തിൽ യേശുവിനെ തേടിയുള്ള അന്വേഷണത്തിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കുഷ്ഠരോഗിയും ധനികനുമായ ശിമോന്റെ വീട്ടിലെത്തുന്ന മഗ്ദലന മറിയയാണ് അവതരിക്കുന്നത്. വേദപുസ്തകം അവളെ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി പ്രഖ്യാപിക്കുന്നുവെങ്കിലും വേദപുസ്തകം മറ്റ് അനുബന്ധ രേഖയിൽ she endured, there is dead silence, ശ്മശാന മൂകത ഉണ്ടായി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നതിനെയൊക്കെ മറികടന്നുകൊണ്ട് അവിടെ ഇരുന്നവരെ അമ്പരപ്പിച്ചുകൊണ്ട് അവൾ ചെയ്ത ചില പ്രതീകാത്മക പ്രവർത്തനമാണ് ഒരു പക്ഷേ അവരുടെ ഭയത്തെ പുറത്താക്കിയത് എന്ന് ഓർക്കുവാനും ഓർപ്പിക്കുവാനും ആഗ്രഹിക്കുകയാണ്. ശീമോൻ പോലും വിലയിട്ടപ്പോൾ തനിക്ക് താങ്ങുവാൻ കഴിയുന്നതിന് അപ്പുറമായ ഒരു വില കൊടുത്തവൾ വാങ്ങിയതെന്നോ സമാഹരിച്ചതെന്നോ അത് ഒരു വേസ്റ്റായ പ്രവർത്തനമെന്ന് പറയുമ്പോൾ യേശുതമ്പുരാൻ അതിനെ ഒരു ആരാധനയായി കാണുകയാണ്. യേശുതമ്പുരാൻ അവളൊരു ആരാധനയായി കാണുമ്പോൾ അവൾ എന്തോ ഒരു മഹാകാര്യം ചെയ്തുവെന്ന് കൂടെ ഇരുന്നവരെ അമ്പരപ്പിച്ചുകൊണ്ട് യേശു പറയുമ്പോൾ അതിൻ്റെ ആത്മീയ അർത്ഥം ഒരു പക്ഷേ ശിഷ്യന്മാർക്കോ കൂടെ നിന്നവർക്കോ മനസ്സിലായിട്ടുണ്ടാകുകയില്ല. പ്രതീകാത്മകമായി അവൾ വളരെ വിലപിടിപ്പിച്ച പളുങ്കുപാത്രം പൊട്ടിക്കുകയും അതിൽ സൂക്ഷിച്ചിരുന്ന വിലയേറിയ പരിമള തൈലം ഒഴിച്ചു കളയുകയും കണ്ണുനീർ കൊണ്ട് ഈ പരിമള തൈലവും കൊണ്ട് തനിക്ക് ലഭിച്ച സമൃദ്ധമായ മുടി കൊണ്ട് കാലുകൾ തുടയ്ക്കുകയും ചെയ്യുന്ന രേഖകൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ഒന്ന് നാം മനസ്സിലാക്കുന്നു, നമ്മുടെ ഭയത്തെ പുറത്താക്കുവാൻ ഒരു സമ്പൂർണ്ണ സമർപ്പണം വളരെ അനിവാര്യതയാണ്. ചില കാര്യങ്ങൾ ഒഴിവാക്കുവാൻ കഴിയാത്തതായിട്ടുണ്ടാകാം, ഒഴിവാക്കുന്നത് പ്രതിസന്ധിയുമാകാം. ഒഴിവാക്കിയാൽ നമുക്ക് അത് അനുഗ്രഹമാകും, ഭയത്തെ പുറത്താക്കുവാൻ ഉപകരിക്കുമെന്ന് നമ്മെ ഇത് ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഉടച്ചുവാർക്കൽ പലപ്പോഴും വേദനയും നഷ്ടമുണ്ടാക്കുമെങ്കിലും ആത്യന്തികമായി അത് വിജയിക്കുമെന്ന് ഈ സംഭവം നമ്മെ വിളിച്ചറിയുകയാണ്. ഈ സംഭവത്തിന്റെ അവസാനം എത്തുമ്പോൾ യേശുതമ്പുരാന്റെ അവൾക്കുള്ള അംഗീകാരം കൊടുക്കലിനെ ശിഷ്യന്മാർ കൂടപ്പെട്ടവരൊക്കെ പരിഹാസപാത്രയെ വിവരിക്കുമ്പോൾ അവരുടെ ആരാധനയായി അതിനെ പരിഗണിക്കണമെന്നും അതിലുപരിയായി സുവിശേഷമുള്ള കാലത്തോളം ഈ പ്രവൃത്തി പരിഗണിക്കപ്പെടും എന്നുള്ള യേശുവിന്റെ വാക്കുകളാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചറിയുന്നത്. ഈസ്റ്ററുള്ള എല്ലാ കാലത്തോടും പുനരുത്ഥാനത്തിന്റെ ആരാധനയുള്ള എല്ലാ കാലത്തോടും എല്ലാ ദേവാലയങ്ങളിലും വായിക്കുന്ന ഭാഗമാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം. ആ അധ്യായത്തിന്റെ ചില ഭാഗങ്ങളിൽ അരോഗത്തിന്റെ കാത്തലും യേശുവിനൊപ്പം യാത്ര ചെയ്ത പത്രോസിനെ ഭയം നോടുന്നയാളായി വിവരിക്കുമ്പോൾ ഭയരഹിതയായി കല്ലറയ്ക്ക് മുമ്പിൽ ചാവിനെ ഭയക്കാതെ റോമ ഗവൺമെന്റിനെ ഭയക്കാതെ നിൽക്കുന്ന സ്ത്രീക്ക് ലഭിച്ച ഭയരഹിത ജീവിതത്തിന്റെ അടിസ്ഥാനം ശീമോന്റെ വീട്ടിലെ
ഉടച്ചുവാർക്കലായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഹൃദയത്തിൽ ഇന്നും സൂക്ഷിക്കുന്ന പാപകാരണമായ കാര്യങ്ങളാണ് എന്ന് ഓർക്കുവാൻ ഈ ദിവസങ്ങൾ നമ്മെ ശക്തീകരിക്കട്ടെ, പ്രചോദിപ്പിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. വേദപുസ്തകം പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഈ നോമ്പ് കാലത്ത് രക്ഷിതാവായ ക്രിസ്തുവിനോടുള്ള തികഞ്ഞ സ്നേഹത്താൽ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള സകല പാപവാർത്തകളെയും പാപചിന്തകളെയും ഉടച്ചു വാർത്തുകൊണ്ട് നന്മയുടെ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പുകാലം സകല പാപക്കറകളെയും കഴുകിയിട്ട് ഭയമില്ലാത്തവരെ ജീവിക്കാനുള്ള ദിവസങ്ങളാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.